റിപ്പോർട്ടർ ചാനൽ മുതലാളിക്ക് ഇനി രക്ഷയൊന്നുമില്ല. മുതലാളിക്ക് മാത്രമല്ല, ആ മുതലാളിയെ വെച്ചു വാഴിക്കുന്ന പിണറായി സർക്കാരിനും കായിക മന്ത്രിക്കും ഇനി ഉറക്കമില്ലാത്ത രാത്രികൾ എന്ന് പറയുകയല്ല, നമ്മൾക്ക് കാണേണ്ടി വരും. കാരണം ഊതി വീർപ്പിച്ച എല്ലാ കഥകളുടെയും കെട്ടഴിഞ്ഞു വീണുപോയി. എന്തായാലും ഈ വിഷയം ആളിക്കത്തുന്നതിനിടയിലാണ് മുഖ്യമന്ത്രി ദുബായിലേക്ക് വിമാനം കയറുന്നത്. അതേസമയം മെസ്സി ഇപ്പൊ വരുമെന്ന് പറഞ്ഞ് വലിയ BGM ഒക്കെ ഇട്ടുകൊണ്ട് ആന്റോ അഗസ്റ്റിനെ മാർക്കറ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായി കലൂർ സ്റ്റേഡിയത്തിൽ മന്ത്രി വരുന്നു. ആന്റോ അഗസ്റ്റിൻ സ്പോൺസറായി മാറുന്നു. കരാറുകാരും പണിക്കാരും ആകെ മൊത്തം ബഹളം. ചാനലുകാർ സ്റ്റേഡിയത്തിൽ നിന്ന് പുറത്തോട്ട് കടക്കാറേ ഇല്ല. പിണറായി സർക്കാരിനെ പുകഴ്ത്തി പാടണമെങ്കിൽ കായിക മന്ത്രി അബ്ദുൾ റഹ്മാൻ എവിടെയുണ്ടോ അവിടേക്ക് ക്യാമറ തിരിക്കണമല്ലോ. എന്നാൽ അന്നേ തൃക്കാക്കര MLA സ്റ്റേഡിയത്തിലെ ഗിന്നസ് വേൾഡ് റെക്കോർഡ് പരിപാടി നടക്കുന്നതിനിടയിൽ അധികൃതർക്കുണ്ടായ വീഴ്ചയുടെ ഇര കൂടിയായ ഉമാ തോമസ് പറഞ്ഞത്, സകല പണികളും പൂർത്തിയാകാതെ സ്റ്റേഡിയത്തിൽ ഒരു ചുക്കും നടക്കാൻ സമ്മതിക്കില്ല എന്നാണ്. തനിക്ക് പറ്റിയത് മറ്റൊരാൾക്കും വരാൻ പാടില്ല എന്നിവർ കട്ടായം പറഞ്ഞപ്പോൾ തോന്നിയ വഴിക്ക് പണി പൂർത്തിയാക്കി പോകാനാവില്ല എന്ന് ഇപ്പറഞ്ഞ റിപ്പോർട്ടർ മുതലാളിക്കും അദ്ദേഹത്തിന് കുടപിടിക്കുന്നവർക്കും നല്ലതുപോലെ മനസ്സിലായി. എന്തായാലും ഇപ്പോൾ 70 കോടിക്ക് പണി തീർത്ത് സ്റ്റേഡിയം അന്താരാഷ്ട്ര ലെവലിലേക്ക് ഉയർത്താൻ ശ്രമിച്ചവരൊക്കെ ഇപ്പൊ പാതി വഴിക്ക് മുങ്ങിയിരിക്കുകയാണ്. കൃത്യമായി പറഞ്ഞാൽ പണികൾ പൂർത്തിയാക്കാതെ കലൂർ സ്റ്റേഡിയം സ്പോൺസർ തിരിച്ചേൽപ്പിച്ചിരിക്കുന്നു. ബാക്കിയുള്ള നിർമ്മാണ പ്രവർത്തികൾ പൂർത്തിയാക്കാൻ സ്പോൺസർമാർക്ക് വീണ്ടും സമയം അനുവദിക്കേണ്ടി വരികയും കരാർ നൽകേണ്ടി വരികയും ചെയ്യും. നിർമ്മാണ പ്രവർത്തനങ്ങൾ ചിലത് GCDA തന്നെ ഏറ്റെടുത്ത് നടത്തേണ്ടിയും വരും. സ്റ്റേഡിയത്തിലെ നിലവിലെ സാഹചര്യം GCDA എഞ്ചിനീയറിംഗ് വിഭാഗം പരിശോധിക്കേണ്ടിയും വരും. സെപ്റ്റംബർ 26 മുതൽ നവംബർ 30 വരെയാണ് സ്പോൺസറും സ്പോർട്സ് കൗൺസിൽ ഓഫ് കേരളയും GCDAയും തമ്മിലുള്ള ത്രികക്ഷി കരാർ നിലവിലുണ്ടായിരുന്നത്. 70 കോടിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി സ്റ്റേഡിയം കൈമാറണം എന്നാണ് ഈ കരാറിലുണ്ടായിരുന്നത്. നവംബർ 30-നകം സ്റ്റേഡിയത്തിലെ നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം പൂർത്തിയാക്കും എന്നുകൂടി ഇതേ സ്പോൺസർ വാദം നടത്തിയിരുന്നു. എന്നാൽ പ്രവേശന കവാടം, പാർക്കിംഗ്, ചുറ്റുമതിൽ തുടങ്ങിയ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലൊന്നും നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാകാത്ത നിലയിൽ താളം തെറ്റിക്കിടക്കുകയാണ്. ഇനി സീറ്റിംഗ് ജോലികൾ 70% മാത്രമേ പൂർത്തിയായിട്ടുള്ളൂ. മേൽക്കൂര നവീകരണ ജോലികളും പാതി വഴിയിൽ അങ്ങനെ തന്നെ മുടങ്ങിക്കിടക്കുകയാണ്. ത്രികക്ഷി കരാർ ഇന്ന് അവസാനിക്കാനിരിക്കെയാണ് സ്പോൺസർ സ്റ്റേഡിയം തിരിച്ചേൽപ്പിച്ചത്. സ്റ്റേഡിയം കൈമാറുമ്പോൾ നിയമപ്രാബല്യമുള്ള കരാർ ഉണ്ടാക്കുന്നത് സ്പോൺസർക്ക് അനുകൂലമാവുകയും ചെയ്യും. കലൂർ അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൽ ദീർഘകാലത്തേക്ക് മത്സരങ്ങളൊന്നും നടത്താനാകാത്ത നിലയിലേക്ക് ഒരുപക്ഷെ ഇപ്പോൾ ഇത്തരം പ്രവൃത്തികൾ കൊണ്ടെത്തിച്ചിരിക്കുകയാണ്. അതേസമയം അർജന്റീന ടീമിനെ സൗഹൃദ മത്സരവുമായി ബന്ധപ്പെട്ട് നടന്ന ദുരൂഹമായ ബിസിനസ് ഡീലാണെന്ന ആരോപണം ഹൈബി ഈഡൻ MP ഉയർത്തുന്നുണ്ട്. നവീകരണത്തിന്റെ മറവിൽ അനധികൃത മരംമുറിയും നടന്നതായി അദ്ദേഹം ആരോപിച്ചിരുന്നു. സ്റ്റേഡിയം നവീകരണം കൈകാര്യം ചെയ്യുന്ന GCDAയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചും MP നല്ലതുപോലെ സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. നവീകരണം നടത്തുന്നവർക്ക് സാങ്കേതിക പരിജ്ഞാനമുണ്ടോ എന്ന പ്രസക്തമായ ചോദ്യം ചോദിക്കുകയാണ്. നവീകരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ GCDA എക്സിക്യൂട്ടീവ് കമ്മിറ്റി ചർച്ച ചെയ്തിട്ടുമില്ല. ഒരു മത്സരം മാത്രമല്ല സ്റ്റേഡിയത്തിൽ നടക്കേണ്ടത്, സുരക്ഷാ കാര്യങ്ങളിൽ പോലും വ്യക്തതയുമില്ല. സ്റ്റേഡിയ നവീകരണത്തെ സ്വാഗതം ചെയ്യുന്നതിനൊപ്പം അതിന്റെ സാമ്പത്തിക ക്രമക്കേടുകളെ കുറിച്ച് ഹൈബീഡൻ ശക്തമായ ചോദ്യങ്ങൾ ഉന്നയിക്കുകയാണ്. നവീകരണത്തിന് പിന്നാലെയുള്ള മത്സരങ്ങളിലൂടെ സ്വകാര്യ സ്പോൺസർഷിപ്പ് പ്രതീക്ഷിക്കുന്നുണ്ടോ എന്ന ചോദ്യമാണത്. മത്സരങ്ങളിൽ നിന്നുള്ള വരുമാനം ആർക്കാണ് ലഭിക്കുന്നത്? സർക്കാരിനോ, GCDAക്കോ, അതോ സ്പോൺസർക്കോ? മെസ്സിയുടെ പേരിൽ കേരളത്തിൽ നടന്നത് ദുരൂഹ ബിസിനസ് ഡീലാണ്. സാമ്പത്തിക ക്രമക്കേടിൽ അന്വേഷണം വേണമെന്നുകൂടെ MP ആവശ്യപ്പെടുകയാണ്. അതുകൊണ്ടൊക്കെ തന്നെയാണ് പറഞ്ഞത്, സ്പോൺസർ മാത്രമല്ല, അവർക്ക് എല്ലാ ഒത്താശയും പാടിക്കൊടുത്ത ഈ സർക്കാരും ഇനി ഉറക്കമില്ലാത്ത രാത്രികളിലേക്ക് കടക്കുകയാണ് എന്ന്.